ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. അപ്പൊ ഈ ഒരു വർഷം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 12 കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ എന്റെ ലൈഫിൽ കഴിഞ്ഞ വർഷത്തിൽ ട്രൈ ചെയ്ത് എനിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ളതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് പോകാം. ആദ്യത്തെ ടിപ്പ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാവരും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഇന്ന് തന്നെ എല്ലാ റൂമിലും ഓരോ കലണ്ടർ വെച്ചിട്ട് ഹാങ് ചെയ്യുക. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ആലോചിക്കുന്ന സമയത്ത് തന്നെ കലണ്ടർ അവിടെ ഉണ്ടെങ്കിൽ ആ ഡേറ്റ് അനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാനും അത് ഓർമ്മിക്കാനും ഒക്കെ പറ്റും. ഓരോ ദിവസവും വളരെ വാല്യുബിൾ ആണ്. അത് നല്ല രീതിക്ക് ഉപയോഗിക്കാനായിട്ട് സഹായിക്കും. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം, എല്ലാ റൂമിലും ഓരോ ക്ലോക്ക് വെക്കുക. ക്ലോക്ക് അല്ല വെക്കുന്നവരുണ്ടാവും കേട്ടോ, ചിലർ വെക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ലോക്ക് വെക്കുക. സമയം ഓരോ മിനിറ്റും നമുക്ക് വളരെ അമൂല്യമാണ്. വേസ്റ്റ് ആയി പോയാൽ അത് വേസ്റ്റ് ആണ്. സമയം കണ്ട് നമ്മൾ ആ ക്ലോക്കിൽ, നമ്മൾ ഫോണിൽ പലപ്പോഴും സമയം നോക്കാൻ എടുക്കും. സമയം നോക്കാൻ എടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ബ്രൗസ് ചെയ്ത് അത് അങ്ങനെ വിടും. സമയം ചിലപ്പോൾ നോക്കിന്ന് വരില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ക്ലോക്ക് നിങ്ങളുടെ റൂമിൽ വെക്കുക. അലാറം സെറ്റ് ചെയ്യാനായാലും സമയം നോക്കാനൊക്കെ ആയാലും ഒരു ക്ലോക്ക് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കാം. ഇനി മൂന്നാമത് വെക്കേണ്ട ഒരു കാര്യം ഒരു ഡയറിയാണ്. അപ്പൊ 2025 വേണ്ടിയിട്ട് ഒരു ഡയറി നിങ്ങൾ വെക്കുക. ഇതില് ഞാൻ സാധാരണ ഡയറിയിൽ എഴുതാറുള്ളത് വരവ് ചെലവ് കണക്കുകളാണ് എപ്പോഴും എഴുതി വെക്കാറുള്ളത്. നമ്മുടെ വീട്ടിൽ നമ്മൾ ചെലവാക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ ഓരോ മാസവും നമ്മുടെ ചെലവുകൾ മനസ്സിലാക്കാനും അത് കൂടി പോകുന്നുണ്ടോ, അത് ഏത് മേഖലയിലാണ് കൂടി പോണേന്ന് മനസ്സിലാക്കുകയും അത് നമുക്ക് ട്രാക്ക് ചെയ്യാൻ, അത് കുറയ്ക്കാനായിട്ടും അത് സഹായിക്കും. ഈ 3 കാര്യങ്ങൾ എന്തുതന്നെയായാലും നിങ്ങൾ ഒരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ സൈറ്റുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും നിങ്ങൾ ഇതെല്ലാം ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇതിൽ നിങ്ങളുടെ ഉപയോഗം എത്രത്തോളം ടൈം ഉണ്ടെന്ന് നിങ്ങൾ അനലൈസ് ചെയ്യുക. നിങ്ങൾ എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് കാണണേന്നും കൂടി ഒന്ന് നോക്കുക. നമ്മൾ ഓരോരുത്തരുടെയും ഫോൺ എടുത്തിട്ട് നിങ്ങളുടെ യൂട്യൂബ് ആയാലും എന്ത് നോക്കിയാലും നമുക്ക് ഏകദേശം മനസ്സിലാക്കാം നമ്മുടെ ഇഷ്ടപ്പെട്ട ടൈപ്പ് വീഡിയോസ് എന്താണെന്ന്. അതിപ്പോ എന്റെ ആയാലും എടുത്ത് നോക്കി അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോസ് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരമുള്ളതാണോ, നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും കാര്യമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന വീഡിയോസ് ആണോ എന്താണെന്നൊന്ന് അനലൈസ് ചെയ്യുക. ചില സമയത്ത് ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവരുടെ ലൈഫൊക്കെ എത്രയും നല്ലതാണ്, നമ്മൾ വളരെ താരതമ്യം ചെയ്യാനായിട്ട് തുടങ്ങും, കമ്പയർ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു സന്തോഷവും കിട്ടില്ല. നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടുന്ന നല്ല കാര്യങ്ങൾ പോലും നല്ലതായിട്ട് തോന്നില്ല. കാരണം നമുക്ക് മറ്റുള്ള ലൈഫിലേക്കാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. പണ്ട് നമ്മൾ ചിലപ്പോൾ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള വീടുകളിലെ കാര്യങ്ങളാവും ചിലപ്പോൾ അറിയാൻ ശ്രമിക്കുക. പക്ഷെ ഇപ്പോൾ ഫോൺ ഉള്ളതുകൊണ്ട് തന്നെ ഒരു വേൾഡിലുള്ള പല ആൾക്കാരുടെയും കാര്യം നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കമ്പാരിസൺ ഒരുപാട് ഇപ്പൊ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ തന്നെ സെൽഫ് കൺട്രോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനത്തെ മോഡൽ വീഡിയോസ് കാണാതിരിക്കുക, അങ്ങനത്തെ ബ്ലോക്ക് ചെയ്ത് കളയുക. അതുപോലെ തന്നെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി ഫുൾ ആയിട്ട് ഇപ്പൊ യൂട്യൂബ് ആയാലും ഇൻസ്റ്റയിലൊക്കെ ഫുൾ ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് കാണാനായിട്ട് തുടങ്ങാം. അപ്പൊ പുതിയ വീഡിയോസ് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങും, നല്ല മോഡൽ വീഡിയോസ്. ഇനി നിങ്ങൾക്ക് അത് തീരെ പറ്റുന്നില്ല, നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ലൈഫിൽ വളരെ ഡിപ്രഷൻ ഫീൽ ചെയ്യാണ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ, അങ്ങനെ വരുന്നത് ഏതൊരു സോഷ്യൽ മീഡിയ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ യൂസേജ് കൺട്രോൾ ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പോലും അത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ഒരു രണ്ടാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ ടിപ്പിലോട്ട് പോവാം. മൂന്നാമത്തത് ടിപ്പ് എന്ന് പറയുന്നത് മൂവ് യുവർ ബോഡി. ഓക്കെ, മൂവ് യുവർ ബോഡി എന്ന് വെച്ചാൽ എക്സസൈസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയമുണ്ടല്ലേ, എനിക്ക് അടക്കട്ടോ എല്ലാത്തിനും സമയമുണ്ട്. വീട് ഒതുക്കാൻ സമയമുണ്ട്, കുക്കിങ്ങിന് സമയമുണ്ട്, മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ സമയമുണ്ട്, വീട്ടിലുള്ളവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുണ്ട്, വെറുതെ സംസാരിച്ചടക്കാനൊക്കെ സമയം. ഇതിന് മാത്രം സമയമില്ല, പ്രത്യേകിച്ച് എക്സസൈസ്. എനിക്കും നല്ല മടിയുള്ള ഒരു കാര്യമാണ്. തുടങ്ങും കേട്ടോ, ചിലപ്പോൾ ഒരു 10-15 ദിവസം തുടങ്ങും, അത് കഴിഞ്ഞ പിന്നെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ അടുത്ത മാസം പിന്നെയും തുടങ്ങും. അതിനൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ നിർബന്ധമായിട്ടും ഒരു 15 മിനിറ്റ് അത്ര മതി. അപ്പോൾ ആദ്യം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ 5 മിനിറ്റിൽ എക്സസൈസ് ചെയ്തു. അത് കഴിഞ്ഞ് 10 മിനിറ്റ് ആക്കി, പിന്നെ 15. അതിൽ കൂടുതൽ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ 15 മിനിറ്റ് എങ്കിലും നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്യുമെന്നുള്ളൊരു ഡിസിഷൻ ഇങ്ങനെ എടുത്തു. അങ്ങനെ 15 മിനിറ്റ്. അപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്സ് ചെയ്തപ്പോൾ എനിക്ക് അത്ര മടി തോന്നിയില്ല. മെയിനായിട്ട് നമ്മുടെ ഒക്കെ പ്രശ്നം മടി തന്നെയാണ്. കുറച്ച് ദിവസം ചെയ്യുന്നവയ്ക്ക് നമുക്ക് ബോറടിയാണ്, മടിയാണ്, പിന്നെ മേലുവേദന, അതും ഇതും ഒരു കാരണം നമ്മൾ ഉണ്ടാക്കും നമ്മൾ തന്നെ സ്വയം. അപ്പൊ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നുകയാണ് ഇന്ന് മേലുവേദന ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ചെയ്യണില്ല, നാളെ ആവട്ടെ, മറ്റന്നാളാവട്ടെ. പിന്നെ നമ്മൾ വേറെ ആരും നമ്മളെ
കൺട്രോൾ ചെയ്യാനില്ലല്ലോ. നമ്മൾ തന്നെ സ്വയം ഉള്ളിൽ നിന്ന് തോന്നണം എക്സസൈസ് ചെയ്യണമെന്ന്. എല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ഡിസിഷൻ എടുക്കുക, ഞാൻ ഇന്ന് തൊട്ട് എക്സസൈസ് ചെയ്യും, ഇന്ന് തൊട്ട് നല്ല ആളാവാൻ പോവാണ്, അതാണ് ഇതാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ പോവും. ലാസ്റ്റ് ഈ വർഷത്തിന്റെ അവസാനം ആകുമ്പോൾ നമ്മൾ ആലോചിക്കുമോ നമ്മൾ കുറേ ഡിസിഷൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നു. ഒരു വീഡിയോയിൽ നമുക്ക് ഉപകാരമുള്ളത് കണ്ടിട്ട് അത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സസൈസോ അല്ലെങ്കിൽ ഡാൻസ് വർക്ക്ഔട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ബോഡിയൊക്കെ ഒന്ന് മൂവ് ചെയ്യുക. കാരണം ഏജ് കൂടുന്നതോറും ബോഡി പാർട്സ് ഒക്കെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി കുറയും, വേദനകൾ കൂടും. നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഹെൽത്തി ആണെന്ന്, പക്ഷെ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യോ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഈറ്റ് ഹെൽത്തി എന്നാണ്. അതായത് നമ്മൾ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ചാലഞ്ച് പോലെ എന്തെങ്കിലും ചെയ്യാം. അതായത് ഈ ഒരു മാസം ഞാൻ ഓയിലി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്നാക്സ് ഒക്കെ പാക്കറ്റ് സ്നാക്സ് ഒക്കെ മേടിക്കില്ല, ഈ ഒരു മാസം ഞാനത് കഴിക്കുകയില്ല എന്നൊരു ഡിസിഷൻ എടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഹാബിറ്റ്സ് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചായ നമുക്കൊരു അഡിക്ഷൻ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ മാസം ചായ കുടിക്കില്ല. അങ്ങനെയുള്ള ചാലഞ്ചുകൾ എടുത്തുകൊണ്ട് നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കും. അഞ്ചാമത്തെ ടിപ്പ്, എനിക്ക് തന്നെ ഒരു മേക്ക് ഓവർ കൊടുക്കാന്നുള്ളത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലായിരിക്കാം, നിങ്ങളുടെ ഡ്രസ്സിങ്ങിലായിരിക്കാം, എന്തും ആവാം. അപ്പോൾ നമുക്കൊരു പോയിന്റ് എത്തിക്കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിലവർക്ക് ഒരു കെയർലെസ് ആയിട്ട് വരും. എന്നെ ഇപ്പം ആര് ശ്രദ്ധിക്കാനോ, ഞാൻ എങ്ങനെ നടന്നാൽ എന്താ പ്രശ്നം, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഒരു മടി പിടിച്ചൊരു ഫീലായിട്ട് നമ്മളൊരു അങ്ങനത്തെ ഒരു സ്റ്റൈലിലോട്ട് പോകും. അങ്ങനെ നിങ്ങൾ പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഭംഗിയായിട്ട് നടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെയർ സ്റ്റൈലിൽ ചെറിയൊരു മാറ്റമൊക്കെ വരുത്താം. ഡ്രസ്സിങ്ങിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഡ്രസ്സിങ്ങിൽ നിന്നും മേ ബി കുറച്ച് കളർഫുൾ ആയിട്ട് ഡ്രസ്സ് ചെയ്യാം, അല്ലെങ്കിൽ ജീൻസ് ടോപ്പ് നിങ്ങൾ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം, നമുക്ക് കംഫർട്ടബിൾ ആയ മോഡലിൽ. അപ്പൊ അങ്ങനെ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റുന്നത് നമുക്ക് നല്ലൊരു ചേഞ്ച് നൽകും കേട്ടോ. അത് എനിക്ക് എന്റെ ലൈഫിൽ ഇപ്പൊ അടുത്ത് തോന്നിയതാണ്. ഞാൻ ആദ്യം ചെയ്തിരുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ ഒരുപാട് വ്യത്യസ്തമായിരുന്നു കുറച്ച് നാളായിട്ട്. ഇപ്പൊ ഞാൻ കുറേ പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു, ഹെയർ സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എനിക്ക് തന്നെ കുറച്ചും കൂടി ഒരു യങ് ആയ ഒരു ഫീല് കിട്ടി. അപ്പൊ നിങ്ങളും നിങ്ങൾക്ക് തന്നെ ഒരു മേക്ക് ഓവർ എന്തായാലും കൊടുക്കണം. എന്താണ് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുക, എന്നിൽ തന്നെ ഒരു നല്ലൊരു ചേഞ്ച് നിങ്ങൾ വരുത്താം. വീട്ടിൽ നിൽക്കണമെങ്കിൽ പോലും കുറച്ചും കൂടി ഭംഗിയായിട്ട് എങ്ങനെ വീട്ടിലായാലും നമുക്ക് നിൽക്കാം, കുറച്ചുകൂടി എനർജി ഒക്കെ നമുക്ക് കിട്ടും നമ്മളെ തന്നെ ഒന്ന് മേക്ക് ഓവർ ചെയ്യുമ്പോൾ. അപ്പൊ ഈ ഒരു വർഷം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളാം. നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ആറാമത്തെ ടിപ്പ്, ഫോളോയിങ് ന്യൂ ട്രെൻഡ്സ്. അതായത് പുതിയ പുതിയ ട്രെൻഡുകൾ വരുമ്പോൾ അതിന്റെ പുറകെ പോയി നമ്മൾ പണം അധികം കളയുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം. എനിക്ക് മെയിനായിട്ട് തോന്നിയിട്ടുള്ളത് പലപ്പോഴും നമ്മൾ വീഡിയോസ് ആയാലും ഒക്കെ കാണുമ്പോൾ അതിൽ കാണുന്ന പല പ്രൊഡക്ട്സ്, സ്കിൻ കെയർ ആവാം, ഡ്രസ്സ് ആവാം, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഐറ്റംസ് ഒക്കെ എന്തും ആയിക്കോട്ടെ, ഇതിങ്ങനെ കുറെ കണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് പ്രൊമോഷൻ വീഡിയോ ആയിരിക്കാം, മറ്റുള്ളവരത് പ്രൊമോഷൻ ചെയ്യുന്നതും ആയിരിക്കും. എന്നാൽ പോലും ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത് ഇല്ലല്ലോ എന്ന് വെച്ച് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത പൈസ നമ്മൾ ഉണ്ടാക്കി കഷ്ടപ്പെട്ട് ഈ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നന്നാവില്ല. പല ട്രെൻഡുകളും കാര്യങ്ങളും കണ്ടിട്ട് നമ്മളത് അമിതമായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഷോപ്പിംഗ് വളരെയധികം കൂടുന്നുണ്ട്. അപ്പൊ നമ്മൾ ട്രെൻഡും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോസും കണ്ടിട്ട് അമിതമായിട്ട് ഇങ്ങനെ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുക. നമ്മൾ ചെലവാക്കുന്ന പണം നമ്മളത് നന്നായി ആലോചിച്ച്, നന്നായി റിവ്യൂസ് വായിച്ച് അത് വാങ്ങണോ എന്ന് 4 വട്ടം ആലോചിച്ചിട്ട് നമ്മൾ ഒരു ഐറ്റം വാങ്ങാം. ഏഴാമത്തെ ടിപ്പ്, വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെറിയൊരു യാത്ര ഫാമിലിയായിട്ട് ഒരുമിച്ച് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. നമ്മൾ പണം ഒരുപാട് ചെലവാക്കി പല പല സാധനങ്ങൾ വാങ്ങുന്നതിലും എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയുള്ളത് യാത്രകൾ ചെയ്യുമ്പോഴാണ്. പല പല പുതിയ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുമ്പോഴും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് കുറച്ച് പൈസയെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സിലേക്ക് മാറ്റി വെക്കുക. ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ ആ പൈസ ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും കേട്ടോ. ചിലപ്പോൾ നമുക്ക് വല്ല വയ്യായോ അങ്ങനെയൊക്കെ വരുന്ന കഴിയുമ്പോൾ ചിലപ്പോൾ എടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ വിഷമിക്കേണ്ട, നമുക്ക് അത് അടുത്ത വട്ടത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആവരുത്. എന്നാൽ പോലും കുറച്ച് പൈസ ഒരു യാത്രയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ഒരു 1 ഡേ ട്രിപ്പ് പോകാൻ പറ്റുന്ന ഒരു ചെറിയ യാത്രയായാലും മതി. ഫാമിലിയായിട്ട് ഒന്നിച്ച് പോകുമ്പോൾ അത് ഭയങ്കര സന്തോഷം, നല്ല കാര്യമാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു യാത്ര എന്തായാലും ചെയ്യും. എട്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും നമ്മുടെ ലൈഫിൽ നമുക്ക് പുതിയത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഞാനായാലും പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ എനിക്ക് അങ്ങനെ കിട്ടണേ, ഇങ്ങനെ വേണം, എൻ്റെ ജീവിതത്തിൽ ഈ അനുഗ്രഹം വേണം, ഇങ്ങനെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുക അല്ലെ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. ഞാനും മറന്നു കേട്ടോ. കുറേ ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാവും നല്ലൊരു കാര്യം എൻ്റെ ഇടയിൽ കൂടെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും അത് വിട്ടു. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിങ്ങനെ പുതിയ ഡിമാൻഡ് ചെയ്യാതെ കിട്ടിയതിൽ ഹാപ്പി ആയി അതിന് വേണ്ടി ഒരു താങ്ക്സ് എങ്കിലും നമ്മൾ ദൈവത്തോട് പറയാനൊന്നും ഓർക്കണം കേട്ടോ. ഈ ഒരു വർഷത്തിൽ എല്ലാ ദിവസവും നമ്മൾ ഫുൾ ടൈം അയ്യോ എൻ്റെ അത് നടന്നില്ലല്ലോ ഇത് നടന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആ മിനിറ്റിൽ തന്നെ നമ്മൾ ആലോചിക്കുക, ഇന്ന് നടന്ന നല്ല കാര്യം എന്താണ് എന്നൊന്ന് ഞാൻ ആലോചിക്കട്ടെ എന്ന് ആലോചിച്ച് ആ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ദൈവത്തോട് നന്ദി പറയാനും കൂടി ഒരു ടൈം കണ്ടെത്തുക, ഓർക്കുക. അപ്പൊ എനിക്ക് പലപ്പോഴും മിസ് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയണത്, അല്ലാണ്ട് ഞാൻ ഉപദേശിക്കല്ല. എനിക്ക് എൻ്റെ ലൈഫിൽ മിസ്റ്റേക്ക് തോന്നി മാറ്റിയ കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ പറയണത്.
ഇനി 9ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നല്ലൊരു മോർണിംഗ് റുട്ടീൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പല വീഡിയോസും റുട്ടീൻ വീഡിയോസ് ഷെയർ ചെയ്യാറുണ്ട് അല്ലേ. 5 AM റുട്ടീൻ, ഈവനിങ് റുട്ടീൻ, അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ റുട്ടീൻ, അങ്ങനെയൊക്കെ കുറേ. പക്ഷെ അതിൽ എനിക്ക് വർക്ക്ഔട്ട് ആയിട്ടുള്ളത് മോർണിംഗ് റുട്ടീനാണ്. മോർണിംഗ് റുട്ടീൻ നമ്മുടെ പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഡേ നല്ല സൂപ്പർ ആയിട്ട് പോണ പോലെ എനിക്ക് തോന്നാറുണ്ട്. രാവിലെ എൻ്റെ പ്രോപ്പർ ആയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡേ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങോട്ട് സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ എന്ത് വേണം, രാവിലെ മോർണിംഗ് റുട്ടീൻ നമ്മുടെ ഒരു റുട്ടീൻ ഉണ്ടാക്കി എടുത്തിട്ട് അത് ഫോളോ ചെയ്യും വേണം. വെറുതെ റുട്ടീൻ ഉണ്ടാക്കി പേപ്പർ എഴുതി ഒട്ടിച്ചിട്ട് കാര്യം, അത് ഫോളോ ചെയ്യും വേണം. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യാൻ പറ്റുക, രാവിലെ നമ്മൾ എപ്പോഴും എഴുന്നേക്കണം. നമ്മുടെ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നല്ലൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തത് ചെയ്യുകയാണെങ്കിൽ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ 10 മണിക്കുള്ളിൽ നമ്മൾ ചെയ്ത് തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്താണെന്നൊരു ഐഡിയ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ 10 മണി അല്ലെങ്കിൽ 9 മണി, നിങ്ങൾ ജോലിക്ക് സ്കൂളിൽ പോകുകയാണെങ്കിൽ അത് വരെയുള്ള ടൈം ഞാൻ പറയണം. അത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് നിങ്ങളുടെ ഡേനെ നല്ല രീതിക്ക് അത് ഒരു ഇൻഫ്ലുവൻസ് വരും. 8ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പറയാം ഹാർഡ് വർക്ക് ചെയ്യണം നന്നായിട്ട്, എന്നാലാണ് നമുക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, അത് വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് ചെയ്യാനും കൂടി നമ്മളൊന്ന് പഠിക്കണം. സ്മാർട്ട് വർക്ക് എന്ന് വെച്ചാൽ ഓരോ ജോലികൾ ചെയ്യാനുള്ള സ്മാർട്ട് ആയിട്ടുള്ള വഴികൾ, ഈസി ആയിട്ടുള്ള വഴികൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അത് ശരിയായ വഴികളാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഈസി വഴി എന്ന് പറഞ്ഞ എക്സാമിന് ഇപ്പൊ ഈസി ആയിട്ട് ജയിക്കുക, കോപ്പി അടിക്കുക, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സ്മാർട്ട് വേസ് എന്നാണ് പറയുന്നത്, ശരിയായ രീതിയിലുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വീട്ടിൽ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നല്ല പ്രോപ്പറായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് പോകണമെങ്കിൽ, നമ്മുടെ വീട് നല്ല രീതിക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പറയുന്നത് സ്മാർട്ട് വർക്ക് എന്ന്. അതായത് സ്മാർട്ടായിട്ട് നമ്മുടെ വീടിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യുക, നമ്മുടെ പഠനത്തെ സ്മാർട്ടായിട്ട് നമ്മൾ എന്താ പറയുക മാനേജ് ചെയ്യുമ്പോൾ, അതായത് എങ്ങനെ പഠിക്കണം ഒരു പ്ലാൻ ഉണ്ടാക്കുക, അതനുസരിച്ച് പഠിക്കുക. അല്ലാതെ നമ്മൾ വെറുതെ കുറേ ഇരുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നമുക്ക് നല്ല മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി സ്മാർട്ടായിട്ട് നമ്മൾ പഠിച്ചാലാണ് അത് കാര്യങ്ങൾ നടക്കുള്ളൂ ഏതൊരു മേഖലയിലും. അപ്പൊ സ്മാർട്ട് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് ആവശ്യം. ഹാർഡ് വർക്ക് അതിന് കൂടെ തന്നെ വേണ്ട ഒരു കാര്യമാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഇയറിന്റെ ഇപ്പൊ ഫസ്റ്റ് ഡേ ആണല്ലോ, കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായ എല്ലാ കാര്യങ്ങളും മനസ്സിലോട്ട് കൊണ്ടുവരിക, നമ്മുടെ ലൈഫിലുണ്ടായ നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക, നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക. അതോടൊപ്പം തന്നെ നമ്മുടെ ലൈഫിലുണ്ടായ നെഗറ്റീവ് കാര്യങ്ങൾ എന്താണെന്ന് ആലോചിക്കുക. നമ്മുടെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ, നമ്മുടെ സ്വഭാവത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഈ ഒരു ഇയർ നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ലൈഫിന് ഒരു പുതിയ ചേഞ്ച് കൊണ്ടുവരാൻ ന്യൂ ഇയർ തന്നെ വരണമെന്നൊന്നുമില്ല, ഏതൊരു ദിവസം നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഇന്നല്ല ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണേ, ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത മാസം ഒരിക്കലും നന്നാവണം തോന്നണേ, ഏതൊരു മൊമെന്റ് ആയാലും നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾ നന്നാവണം എന്ന് വിചാരിക്കാതെ ഏത് വീഡിയോ കണ്ടിട്ട് ഞാനിനി ഇവിടെ ഇരുന്ന് എന്തോരം പറഞ്ഞാലും നിങ്ങൾക്ക് നന്നാവാൻ തോന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഫീൽ ചെയ്യണം. ഉള്ളിൽ നിന്ന് എപ്പോൾ തോന്നുന്നു അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ വലിയ ചേഞ്ചസ് നടക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മടി പിടിച്ച് ചടഞ്ഞുകൂടി ഇരിക്കാതെ, മടിയാണ് എല്ലാത്തിന്റെയും കാരണക്കാരൻ, മടി പിടിക്കാതെ എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഈ ഒരു ഇയർ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ലൈഫിൽ ചിലപ്പോൾ കുറെ പ്രശ്നങ്ങളൊക്കെ വരാം, എന്നാൽ അത് നന്നായിട്ട് നേരിടാനും ബുദ്ധിപൂർവ്വം ഓരോ കാര്യങ്ങൾ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവാനും ഒക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഒന്നും കൂടി ഹാപ്പി ന്യൂ ഇയർ നേരുന്നു. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കലും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.